ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ്. നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റുന്നൊരു സൈഡ് കറിയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല. ആദ്യം തന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതായത് ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീഞ്ചട്ടി വയ്ക്കാം. ചീഞ്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മൂത്ത് വരണം. അതിനു വേണ്ടി നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലോണം തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും നല്ലോണം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് മുറുക്കിയതും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ സവാള കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സവാള ആഡ് ചെയ്ത ശേഷം നല്ലോണം തന്നെ ഇളക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ ഒന്ന് വഴറ്റി കിട്ടാൻ അങ്ങനെ നല്ലോണം തന്നെ വഴറ്റിയെടുക്കുക. ഈ നല്ലോണം വഴങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കുക. കയ്യിൽ കൊണ്ടെടുത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചു കൊടുക്കുക. വെന്തത് കാരണം വേഗം തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. കയ്യിൽ കൊണ്ട് അമർത്തിയാൽ തന്നെ അങ്ങനെ നല്ലോണം ഈ പരുവത്തിൽ നമ്മളൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലോണം തന്നെ ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതുകൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയായിട്ട് നമ്മുടെ കിഴങ്ങ് നല്ലോണം തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു പരുവുണ്ടല്ലോ അത് നമുക്ക് വേണമെങ്കിൽ മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുള്ളൊരു പരുവാണ് ഇത്. നമുക്ക് പക്ഷേ ലൂസായിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കണത്. അത് കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല രീതിയിലൊന്ന് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ കറി നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് വന്നിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കൊന്ന് ഗ്യാസ് തന്നെ അപ്പം തന്നെ ഓഫ് ചെയ്യാം. നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. സാധാരണ തന്നെ നമ്മുടെ പശുവും പാലോ അല്ലെങ്കിൽ മിൽമാപ്പാലോ ഏതായാലും കുഴപ്പമില്ല. അതൊരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കാച്ചിയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാല് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു സ്വാദാണ് ഉണ്ടാവുക. അത് കാരണമാണ് ഈ പാല് നമ്മൾ മിസ്സാക്കരുത്. ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് അവസാനം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ വെള്ളവും അതൊക്കെ നമ്മൾ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം പാലും കൂടി ഒഴിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. നമ്മുടെ ഹോട്ടലുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്